എല്ലാവർക്കും നമസ്കാരം. അംബാകടാക്ഷം താന്ത്രിക് റിസർച്ച് ഫൗണ്ടേഷൻ്റെ ജ്യോതിഷ പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം. ശനിയുടെ വക്രസ്ഥിതിയിൽ തുലാക്കൂറുകാർക്ക് അനുഭവപ്പെടാൻ സാധ്യതയുള്ള ഫലങ്ങളെയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ചിത്തിരയുടെ അവസാന 2 പാദങ്ങൾ, ചോതി നക്ഷത്രം, വിശാഖത്തിൻ്റെ 1, 2, 3 പാദങ്ങൾ ആണ് തുലാക്കൂറിലെ വരുന്ന നക്ഷത്രങ്ങൾ. തുലാക്കൂറുകാർക്ക് പൊതുവായുള്ള ശനിയുടെ ഗോചരഫലമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഗോചരഫലം എന്നാൽ വ്യക്തിപരമായ ഫലമല്ല. വ്യക്തിപരമായ ഫലം വരുന്നത് ജാതകം, പ്രശ്നം, കർമ്മം എന്നീ ഫലങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. നിങ്ങളുടെ ജാതകത്തിലെ ദശയുടെ സ്ഥിതി അനുസരിച്ച് നിങ്ങളുടെ നിലവിലുള്ള അവസ്ഥയിൽ അല്ലെങ്കിൽ ഫലാനുഭവത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ്. എന്നിരുന്നാലും ഗോചരഫലം വളരെയധികം നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്ന ഒരു കാര്യമാണ്. ഗോചരഫലം നല്ലതായിരുന്നാലും ചീത്തയായിരുന്നാലും നമ്മുടെ ജീവിതത്തിൽ അതിൻ്റേതായ പ്രതിഫലനങ്ങൾ ഉണ്ടാകുന്നതാണ്. ആയതിനാൽ തന്നെ ശനിയുടെ ഈ വക്രസ്ഥിതി കൊണ്ടുണ്ടാകുന്ന ഗോചരഫലം നിങ്ങളുടെ ജീവിതത്തിനെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ഇനി ഈ വരുന്ന ജൂലൈ 13 മുതൽ നവംബർ 28 വരെ ശനിയുടെ വക്രസ്ഥിതി കൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന ഫലങ്ങളെപ്പറ്റി പറയുന്നു. സുഖസ്ഥാനത്തിൻ്റെ അധിപനാകയാൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുഃഖത്തിൽ നിന്നും കരകയറാനുള്ള ഒരു മാർഗം ശനി ഈ അവസരത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. മാനസികമായ ആത്മവിശ്വാസം വർദ്ധിക്കുകയും കൂടാതെ വസ്തു, വീട്, വാഹനം എന്നിവയുടെ വിൽപ്പന നടത്താൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇത് അനുകൂലമായ സമയമായി മാറുന്നതാണ്. ലോൺ, ചിട്ടി, കടബാധ്യത എന്നിവ അടച്ചു തീർക്കാനുള്ള പോംവഴികളെപ്പറ്റി ചിന്തിക്കുകയും കൃത്യമായ തീരുമാനത്തിൽ എത്താൻ കഴിയുകയും ചെയ്യുന്ന സമയമാണ്. അതിനാൽ മാനസികമായ സംഘർഷങ്ങളെ കുറച്ചുകൊണ്ട് സമാധാനമായിട്ട് തീരുമാനങ്ങളെടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം പ്രപഞ്ചം അതിൻ്റെ കർമ്മവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് അനുകൂലമായി വരുന്ന ഒരു സമയമാണ്. ദീർഘനാളായി വാഗ്ദാനം ചെയ്തിരുന്ന സഹായം തേടിയെത്താൻ സാധ്യത ഉള്ളൊരു സമയമാണ്. സർജറി കൊണ്ടോ ഔഷധ സേവ കൊണ്ടോ ദീർഘനാളായി അനുഭവപ്പെടുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ശമനം ഉണ്ടാകുന്ന സമയവുമാണ്. ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്, ഇൻഷുറൻസ് എന്നിവയ്ക്ക് അനുകൂലമായ സമയമാണ്. അതിനുവേണ്ടി ആരെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ, തീരുമാനമെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം അനുകൂലമായ ഒരു സമയമാണിത്. എന്നാൽ നിങ്ങൾ ഹ്രസ്വകാലമായ അല്ലെങ്കിൽ ഷോർട്ട് ടൈം ആയിട്ടുള്ള മണി ഇൻവെസ്റ്റ്മെൻറ്റ്, ഹ്രസ്വകാല പണം ഇടപാടുകളെ ശ്രദ്ധിച്ചു മാത്രം കൈകാര്യം ചെയ്യേണ്ട ഒരു സമയമാണ്. മറഞ്ഞു നിൽക്കുന്ന ശത്രുക്കളെ തിരിച്ചറിയാൻ ഈ സമയം ശനി നിങ്ങളെ സഹായിക്കുന്നു. ഇതുവരെയും നിങ്ങൾ കരുതിയ ശത്രുക്കൾ ചിലപ്പോൾ മിത്രങ്ങളും, നിങ്ങൾ ഇതുവരെ കരുതിയ മിത്രങ്ങൾ ചിലപ്പോൾ ശത്രുക്കളുമായി മാറുവാനുള്ള അല്ലെങ്കിൽ അവരുടെ യഥാർത്ഥ മുഖം നിങ്ങളുടെ മുമ്പിലേക്ക് ഈ സമയം ശനി തെളിയിച്ചു തരുന്നു. കൂടാതെ മറഞ്ഞിരിക്കുന്ന രോഗങ്ങളെ കണ്ടുപിടിക്കാനും അതിന് ഫലപ്രദമായി ചികിത്സ ചെയ്യാനും നിങ്ങൾക്ക് കഴിയുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായി വരുന്ന ഒരു സമയമാണ്. ക്ഷേത്രങ്ങളിൽ ശത്രുസംഹാര പുഷ്പാഞ്ജലി, ആയുസൂക്ത പുഷ്പാഞ്ജലി, ധന്വന്തരി അർച്ചന, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ഇവയൊക്കെ നടത്തുന്നത് ഈ സമയം വളരെയധികം ഫലസിദ്ധി തരുന്ന പ്രാർത്ഥനകളാണ്. നഷ്ടപ്പെട്ടു പോയ സ്ഥാനമാനങ്ങൾ, രാഷ്ട്രീയപരമായ സ്വാധീനങ്ങൾ എന്നിവ ക്രമേണ തിരിച്ചു വരുന്നതിനോ അല്ലെങ്കിൽ തത്തുല്യമായ മറ്റവസരങ്ങൾ ലഭ്യമാകുന്നതിനോ സാധ്യത ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഈ സമയം സമാധാനപൂർവ്വം കാത്തിരിക്കുക. ആലോചനാപൂർവം സമാധാനപരമായി ഈ അവസരത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കൂടുതൽ ഫലസിദ്ധി നൽകുന്ന ഒരു സമയമാണിത്. കൂടാതെ ദീർഘനാളായി നടക്കുന്ന കേസുകൾ അനുകൂലമായ ഗതിയിലേക്കാകുവാനും സാധ്യതയുള്ള ഒരു സമയമാണ്. കോടതിയുമായി അല്ലെങ്കിൽ നിയമവുമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് വളരെയധികം അനുകൂലമായ ഒരു സമയമാണ്. കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനും കൂടുതൽ അംഗീകാരങ്ങൾ നേടിയെടുക്കാനും ഈ സമയം നിങ്ങൾക്ക് കഴിയുന്നതാണ്. കൂടാതെ നിയമ വിദ്യാർത്ഥികൾക്കും വളരെയധികം അവരുടെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന കൂടുതൽ നല്ല തീരുമാനങ്ങൾ അല്ലെങ്കിൽ പുതിയ മേഖലകളിലേക്ക് ചെന്നെത്തിപ്പെടാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. കോപം, വെറുപ്പ്, വിദ്വേഷം ഇവയെ നിയന്ത്രിച്ച് ഈ സമയം മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് മേലുള്ള ശനിയുടെ അനുഗ്രഹത്തെ ഇരട്ടിയായി വർദ്ധിപ്പിക്കുന്നതാണ്. കൂടാതെ പരസ്പര ധാരണകൾക്കും അല്ലെങ്കിൽ പുതിയ എഗ്രിമെൻറ്റുകൾ ഒപ്പിടുന്നതിനും ആരംഭിക്കുന്നതിനും അനുയോജ്യമായ ഒരു സമയമാണിത്. ശരിയായ രീതിയിൽ തീരുമാനമെടുത്ത് അതിനുവേണ്ടി പ്രവർത്തിച്ചു കൊള്ളുക. കൂടാതെ ഉറക്കവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുന്ന സമയമാണ്. പരിഹാരം കാണാൻ കഴിയുന്ന സമയമെന്ന് പറയുമ്പോൾ പ്രകൃതിയും നിങ്ങൾക്ക് അനുകൂലമായി വരുന്നൊരു സമയമാണിത്. നിങ്ങൾ ചെയ്യുന്ന പ്രതിവിധികൾക്ക്
അനുകൂലമായ ഫലം ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് മെഡിറ്റേഷൻ, യോഗ അല്ലെങ്കിൽ കണ്ടെത്തിയ അസുഖങ്ങൾക്കോ വൈയായികകൾക്കോ ഉള്ള ചികിത്സ ഇവകൾ ചെയ്താൽ ഈ സമയം പരിപൂർണമായ ഫലസിദ്ധി ഉണ്ടാകുന്നതാണ്. കൂടാതെ വ്യായാമ മുറകൾ പരിശീലിക്കുന്നത് നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ആരോഗ്യത്തിന് മുതൽക്കൂട്ടാവുന്നതാണ്. സാമ്പത്തിക ബാധ്യത ഉണ്ടാവാതിരിക്കാൻ തുലാക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ ചുരുങ്ങിയ കാലയളവിലേക്കുള്ള ഭീമമായ ഇൻവെസ്റ്റ്മെൻറ്റുകൾ എന്ന് പറയുമ്പോൾ ഓരോ വ്യക്തികൾക്കും അനുസരിച്ചിട്ടുള്ള ധനമാണ്. അയാളുടെ കയ്യിൽ നിന്നും ചിലവാക്കാൻ പറ്റുന്ന പണം അതിൽ കൂടുതൽ ഭാഗവും ദീർഘനാളത്തേക്ക് ഉപയോഗത്തിൽ വരുന്ന രീതിയിൽ ചെയ്യേണ്ട കാര്യമുണ്ട്. അതുകൂടെ ഈ അവസരത്തിൽ ശ്രദ്ധിക്കുക. കൂടാതെ ഈ സമയം റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, കൺസ്ട്രക്ഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, പൊതുവായി കച്ചവടങ്ങളോ ബിസിനസ്സുകളോ എന്തെങ്കിലും ചെയ്യുന്നവർ, ഇവർക്കെല്ലാം അനുകൂലമായ ഒരു സമയമാണ്. നിങ്ങളുടെ കൈവശമിരിക്കുന്ന വസ്തുക്കൾ വിറ്റുപോകുന്നതിന് അനുയോജ്യമായ ഒരു സമയമാണ്. കൂടാതെ ഷെയർ മാർക്കറ്റിൽ പ്രവർത്തിക്കുന്നവർക്കും ഇത് അനുകൂലമായൊരു സമയമാണ്. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നേരത്തെ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് നിങ്ങളുടെ ഷെയറുകൾ നിന്ന് നിങ്ങൾക്ക് കൂടുതൽ ഗുണപരമായ നേട്ടങ്ങൾ ഉണ്ടാകുവാൻ വളരെയധികം അനുകൂലമായ ഒരു സമയമാണിത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, സംശയങ്ങൾ എന്നിവ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വ്യക്തിപരമായ സംശയങ്ങൾ ദയവായി വാട്സാപ്പ് മുഖേന അറിയിക്കുക. എല്ലാവർക്കും നന്മകൾ നേരുന്നു. അംബാകടാക്ഷം ഭവതു.